വ്യക്തിതലത്തിൽ, കുടുംബതലത്തിൽ, സാമൂഹ്യ തലത്തിൽ, അങ്ങനെ രാജ്യാന്തര തലത്തിൽ ഇന്ന് മനുഷ്യർ പരസ്പരം ഭിന്നിപ്പിലും പകയിലും വിദ്വേഷത്തിലും കഴിയുന്നൊരു ചുറ്റുപാടാണുള്ളത്. ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി തിരു സന്ദേശം ലോകത്തിന് ശാന്തിക്കും സമാധാനത്തിനും ഏറ്റവും ഉതകുന്നതാണ്. പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും കഴിയുക, അതെൻ്റെ ചര്യയാണ്. എൻ്റെ ചര്യയെ പ്രാവർത്തികമാക്കിയവൻ, എൻ്റെ സുന്നത്തിനെ അവൻ പ്രാവർത്തികമാക്കിയവൻ, അവൻ എന്നോടൊപ്പം സ്വർഗസ്ഥനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം കടക്കുന്ന വേളയിലാണ് ഉള്ളത്. ലോകം വളരെ സന്തോഷത്തോടെ പ്രതീക്ഷയോടുകൂടി പരിശുദ്ധ റബീഉൽ അവ്വലിനെ പ്രതീക്ഷിച്ച് കഴിയുകയാണ്. കാരണം അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മദ്ഹുകളും തങ്ങളെക്കുറിച്ചുള്ളതായ ചർച്ചകളും അവിടുത്തെ തിരു സുന്നത്തിനെക്കുറിച്ചുള്ള അറിയാനുള്ളതായ സാഹചര്യങ്ങളുമൊക്കെ പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ കടന്നുവരവോടുകൂടി മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബ് പുലർത്താനും കൂടുതൽ നമുക്ക് റസൂലുള്ളാഹിയോട് അടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇത്തരം സാഹചര്യങ്ങൾ നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നു. കാലങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ സന്ദേശങ്ങൾക്ക് അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അങ്ങേ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിൻ്റെതായ ആ ഒരു തിരുവചനം, അതും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കുമ്പോൾ എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെതായ അവസരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലൂടെ കടന്നു വരുന്നത്. ഇത്തരുണത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ള ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായൊരു സന്ദേശം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലായി എപ്പോഴും ജീവിതത്തിൽ പിന്തുടർന്നിരുന്ന ഒരു സഹാബി വര്യനാണ്. സമയക്കുറവ് കൊണ്ട് ആ സഹാബി വര്യൻ്റെ പശ്ചാത്തലം കൂടുതൽ വിവരിക്കുന്നില്ല. നബിതങ്ങളിലേറെ പ്രിയം വയ്ക്കുകയും അതിനേക്കാൾ ഉപരി റസൂലുള്ളാഹിയോട് ഇഷ്ക് വെച്ച് പുലർത്തിയിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന ആ സഹാബി വര്യൻ അധികം പ്രായമൊന്നുമില്ലാത്തതായ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കരുതലോടുകൂടി മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ൻ ഫഫ്അൽ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരോടും പകയില്ലാതെ നിനക്ക് കഴിയാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്യണം. ഫഫ്അൽ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ബുനയ്യ എന്നാണ് വിളിച്ചത്. ആ ഒരു വിളി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്രത്തോളം പ്രിയം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു സൗഭാഗ്യം മഹാനവർക്ക് കിട്ടിയതിൻ്റെ പിന്നിൽ ചില ചരിത്ര പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട്. അത് വിശദീകരിക്കാനുള്ള സമയവും സന്ദർഭവും അല്ല ഇപ്പോഴുള്ളത്. വിഷയത്തിലേക്ക് വരികയാണ്. തങ്ങൾ പറഞ്ഞു, ആരോടും പകയില്ലാതെ പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും നിനക്ക് കഴിയാൻ സാധിക്കുമെങ്കിൽ ഫഫ്അൽ, നീ അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് പറഞ്ഞു സുമ്മക്കാലെ, എന്നിട്ട് പറയുകയാണ്, യാ ബുനയ്യ വദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ചര്യ. ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടുകൂടി സഹകരിക്കാനും വർത്തിക്കാനുമുള്ള ആ ഒരു നിലപാട് അതെൻ്റെ ചര്യയാണ് എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അരുളുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വമൻ അഹിയ സുന്നത്തി ഫഖദ് അഹബ്ബനി. എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിതത്തിൽ അത് ജീവസുറ്റതാക്കുകയാണെങ്കിൽ, വമൻ അഹിയ സുന്നത്തി ഫഖദ് അഹബ്ബനി, എൻ്റെ ചര്യ അനുസരിച്ച് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായി. വമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാന മഈ ഫിൽ ജന്ന, എന്നോടൊപ്പം അവൻ സ്വർഗസ്ഥനായി. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ പ്രവേശനത്തിന് കാരണമാകുന്ന സംഗതി നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും പടച്ചവന് വേണ്ടിയുള്ള സമർപ്പണം, ഇബാദത്തിനെ കുറിച്ചല്ല പറഞ്ഞത്, സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ വിഷയമാണ് പറഞ്ഞത്. ഇന്ന് നമുക്കറിയാം, ലോകം വല്ലാതെ കലുഷിതമായി കൊണ്ടിരിക്കുന്ന ചുറ്റുപാടാണ്. മനുഷ്യരെല്ലാം പരസ്പരം വിദ്വേഷത്തിലും പകയോടും കൂടി ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ അനിഷ്ട സംഭവങ്ങൾ, സാമ്രാജ്യത്തെ കടന്നുകയറ്റം, രാജ്യങ്ങൾ തമ്മിലുള്ളതായ യുദ്ധങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഒക്കെ, സമ്പത്തിൻ്റെ പേരിൽ, അധികാരത്തിന് വേണ്ടി എല്ലായിടങ്ങളിലും, വ്യക്തിതലത്തിൽ, കുടുംബതലത്തിൽ, സാമൂഹ്യ തലത്തിൽ, അങ്ങനെ രാജ്യാന്തര തലത്തിൽ ഇന്ന് മനുഷ്യർ പരസ്പരം ഭിന്നിപ്പിലും പകയിലും വിദ്വേഷത്തിലും കഴിയുന്നൊരു ചുറ്റുപാടാണുള്ളത്. ഈ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായി തിരു സന്ദേശം ലോകത്തിന് ശാന്തിക്കും സമാധാനത്തിനും ഏറ്റവും ഉതകുന്നതാണ്. പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും കഴിയുക, അതെൻ്റെ ചര്യയാണ്. എൻ്റെ ചര്യയെ പ്രാവർത്തികമാക്കിയവൻ, അത് എൻ്റെ സുന്നത്തിനെ അവൻ പ്രാവർത്തികമാക്കിയവൻ, അവൻ എന്നോടൊപ്പം സ്വർഗസ്ഥനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെതായ മഹത്വത്തെക്കുറിച്ചാണ് ഈ തിരുവചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് അരുളിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ കടന്നുവരവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരത്തിലുള്ളതായ സന്ദേശങ്ങളാണ് ലോകം പ്രാവർത്തികമാക്കേണ്ടത്. വ്യക്തിതലത്തിൽ, സാമൂഹ്യ തലത്തിൽ, കുടുംബതലത്തിൽ, രാജ്യാന്തര തലത്തിൽ ഇത് പ്രാവർത്തികമാകുന്നതിലൂടെ, അതിലൂടെയാണ് ലോകത്ത് പരിപൂർണ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ കഴിയുക എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇത്തരുണത്തിൽ പ്രിയമുള്ള എൻ്റെ ശ്രോതാക്കളോട് ഉണർത്തിക്കൊണ്ട് ഈ ഒരു സന്ദേശം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൽപ്പനപ്രകാരം ആരോടും പകയില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സഹകരണത്തോടെ വർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്നാകട്ടെ അതിൻ്റെ തുടക്കം. നമ്മുടെ ഭാര്യ സന്താനങ്ങളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരി സഹോദരങ്ങളോട്, കൂടപ്പിറപ്പുകളോട്, തുടർന്ന് അയൽക്കാരോട്, നമ്മുടെ ബന്ധുമിത്രാദികളോട്, സാമൂഹ്യ തലത്തിൽ നാമുമായി സഹകരിക്കുന്നവരോടൊക്കെ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, മമതയോടുകൂടി കഴിഞ്ഞ്, അതെൻ്റെ പ്രവാചകൻ്റെ ചര്യയാണ്. വിദ്വേഷവും പകയും വൈരാഗ്യമൊന്നും ഇനി എനിക്ക് വേണ്ട. ആ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ എൻ്റെ മുത്ത് റസൂലുള്ളയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്ന ആ ഒരു നല്ല തീരുമാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.